വെടിനിർത്തലിന് തയ്യാറാണെന്ന ഹമാസ് നിലപാട് തള്ളി ഇസ്രായേൽ. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളുന്നതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഗാസ സിറ്റി പിടിച്ചെടുക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നെതന്യാഹുവിന്റെ തീരുമാനമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഹമാസ് സമ്മർദ്ദത്തിലാണെന്ന് നെതന്യാഹു അഭിപ്രായപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർവചിച്ചിരിക്കുന്ന മറ്റു ഉപാധികൾ പാലിക്കുക തുടങ്ങിയ ഇസ്രായേലിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മറ്റു ഹീബ്രു മാധ്യമങ്ങൾ നെതന്യാഹു ഈ കരാർ പഠിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസ് നിലപാട് തള്ളുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഔദ്യോഗിക കുറിപ്പുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം വെടിനിർത്തൽ കരാർ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലും ഇസ്രായേൽ ഗാസയ്ക്കെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 60 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 343 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പുതിയ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചെന്ന വാർത്ത പുറത്തുവരുന്നത്. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ത് പ്രസിഡന്റും കൈറോയിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് ഹമാസ് വെടിനിർത്തൽ അംഗീകാരം നൽകിയത്. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിച്ചത്. നിലവിലുള്ള 50ഓളം ബന്ദികളെ 2 ഘട്ടമായി മോചിപ്പിക്കും. ഈ സമയത്ത് സ്ഥിരമായ വെടിനിർത്തലിനെക്കുറിച്ചും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കും. എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല.